എന്താണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, പ്രധാനമായും സഹോദരങ്ങളെ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖദറിലുള്ള വിശ്വാസം. ഖദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. ഖദറ യഖ്ദിറു ഖദറൻ ഔ ഖദറൻ, കണക്കാക്കുക. ആരാണ് കണക്കാക്കുന്നത്? അല്ലാഹുവാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ അടുത്ത് ഒരു മിഖ്ദാർ അനുസരിച്ചാണ്, ഒരു മിഖ്ദാർ, ഒരു തോതനുസരിച്ചാണ്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാറ്റിനെയും നാം ഒരു ഖദറു പ്രകാരമാണ് സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും നിശ്ചിതമായ ഖദറോടുകൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും 4 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖദറിലുള്ള വിശ്വാസം. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു അറിയാത്തതായി ഒന്നുമില്ല. കഴിഞ്ഞുപോയതെന്നോ നടന്നുകൊണ്ടിരിക്കുന്നതെന്നോ വരാനിരിക്കുന്നതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു വിശ്വാസം ഖദറിലെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു കാര്യം എന്താണ് സംഭവിക്കുക നമുക്കാർക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ താൻ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും അറിയുക സാധ്യമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തെ സംബന്ധിച്ചും അവൻ അറിയുന്നവനാണ്. നാളെ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അല്ല, ഇനി ഈ പ്രപഞ്ചം കോടാനുകോടി വർഷങ്ങൾ നിലനിൽക്കുമെങ്കിൽ ആ കോടാനുകോടി വർഷത്തിന് ശേഷവും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സംഭവിക്കാനിരിക്കുന്ന ഏത് കാര്യവും അള്ളാഹുവിനറിയാം. ഒരു 100 വർഷങ്ങൾക്ക് ശേഷം നമ്മളിൽ ഒരാൾ ഒരു രാത്രിയിലെ ഏതെങ്കിലും ഒരു മണിക്കൂറിലെ ഇന്നാലിന്ന സെക്കൻഡിൽ എന്ത് ചിന്തിക്കും എന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും വിട്ടുപോകുന്നില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ അവനിൽ നിന്ന് വിട്ടുപോവുകയില്ല. അത് മിസ്ഖാലു ദർറത്താണെങ്കിൽ പോലും, ഒരു അണുമണി തൂക്കമാണെങ്കിൽ പോലും അള്ളാഹു അതറിയുന്നു. അള്ളാഹു അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അറിവും വിശാലമായി നിലകൊള്ളുന്നു. അള്ളാഹു അറിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരാൾക്ക് എന്തു സംഭവിക്കും, നാളെ ഒരാൾ എന്ത് ചിന്തിക്കും, നാളെ ഒരാൾ എന്ത് വിശ്വസിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായി അറിയാം. ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക, ആരൊക്കെയാണ് നരകത്തിൽ പോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ആരൊക്കെ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹു കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിനറിയാം. ആരൊക്കെ നരകത്തിൽ പോകുമെന്ന് അല്ലാഹുവിനറിയാം. ഇന്ന് വിശ്വാസിയായ ഒരാൾ അടുത്ത വർഷം മുസ്ലിമായിരിക്കുമോ ഇല്ലേ അല്ലാഹുവിനറിയാം. ഇന്ന് അവിശ്വാസിയായ ഒരാൾ നാളെ വിശ്വാസിയാകുമോ അല്ലാഹുവിനറിയാം. അപ്പോൾ ആരൊക്കെ വിശ്വസിക്കും, എപ്പോൾ വിശ്വസിക്കും, എങ്ങനെ വിശ്വസിക്കും, എപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും എന്നതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അല്ലാഹു അറിയാത്തതായി ഒന്നുമില്ല. കാലം അവനൊരു പ്രശ്നമല്ല. ഭൂതവും ഭാവിയും വർത്തമാനവുമെല്ലാം കൃത്യമായി ഒന്നുപോലും വിട്ടുപോവാതെ അറിയുന്നവനാകുന്നു അല്ലാഹു എന്നതാണ് ഖളാ ഖദറിലെ വിശ്വാസത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ വിഷയം ശരിക്കും മനസ്സിലാക്കുക. അൽ ഇൽമു ബി ഇൽമില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ചുള്ള അറിവാണത്. അൽ ഇൽമു ബി ഇൽമില്ലാഹ്, അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ ഖളാ ഖദറിനെ സംബന്ധിച്ചുള്ള അറിവ് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാകും. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കാത്ത അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം കൂടിയാണ് ഖദർ. സൃഷ്ടികൾക്ക് അതിനെക്കുറിച്ച് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല. ആത്മാവിനെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയാമോ? അറിയില്ല. ജീവൻ എന്താണ്? നമുക്കറിയില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് ആണ്ടിറങ്ങി പൂർണ്ണമായും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഖദർ. അതുകൊണ്ട് അള്ളാഹു എന്താണോ അറിയിച്ചു തന്നത് അതിൽ വിശ്വസിക്കുക, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ ദുകിറൽ ഖദറു ഫസ്കുതു, ഇദാ ദുകിറൽ ഖദറു ഫസ്കുതു. ഖളാ ഖദറിനെ കുറിച്ചുള്ള സംശയകരമായ സംശയങ്ങളുണ്ടായാൽ, ചർച്ചകളുണ്ടായാൽ ഫസ്കുതു, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണ്. അതിലിടപെട്ട് സംസാരിക്കാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ നിന്ന് വഴിവെച്ചു പോയ ആളുകളിൽ വലിയൊരു വിഭാഗം വഴിവെച്ചു പോയത് ഖളാ ഖദറിൽ അനാവശ്യമായ ചർച്ചകൾ നടത്തിയതുകൊണ്ടാണ്. അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ചർച്ചയ്ക്ക് അതിനെ വിധേയമാക്കാൻ പാടില്ല. അതുകൊണ്ട് ഖളാ ഖദറുമായി അള്ളാഹു നമ്മെ എന്താണോ അറിയിച്ചത് അവിടെ നിൽക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട അറിവാണ് അൽ ഇൽമു ബി ഇൽമില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ചറിയുക. അള്ളാഹുവിനെല്ലാം അറിയാം. അടുത്ത സെക്കൻഡിൽ ഒരാൾ എന്ത് ചിന്തിക്കുമെന്ന് അള്ളാഹുവിനറിയാം. ആരൊക്കെ നരകത്തിൽ പോകുമെന്ന് അള്ളാഹുവിനറിയാം. ആരൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് അള്ളാഹുവിനറിയാം. അത് അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു അറിവാണ് ഖദറിൻ്റെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കിതാബത്തിനെ സംബന്ധിച്ചറിയണം. ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടി അത് കലമാണ്, പേനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് കലമിനെയാണ്, പേനയെയാണ്. എന്നിട്ട് ആ പേനയോട് പറഞ്ഞു ഉക്തുബ്, എഴുതണം എന്ന് പറഞ്ഞു. ആ പേന ചോദിച്ചു മാദാ അക്തുബ്, ഞാൻ എന്താണ് എഴുതേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖിയാമത്ത് നാൾ വരെ ഈ മഹാപ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ എഴുതാൻ പറഞ്ഞു. ഒന്നുപോലും വിട്ടുപോകാതെ എഴുതാൻ പറഞ്ഞു. അതെല്ലാം എഴുതി വച്ച ഗ്രന്ഥത്തിനാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നറിയപ്പെടുന്നത്. ഭദ്രമാക്കപ്പെട്ട ലൗഹ്, ഏട്, പുസ്തകം. ഉമ്മുൽ കിതാബ് വഇൻദഹു ഉമ്മുൽ കിതാബ്, മൂലഗ്രന്ഥം അള്ളാഹുവിൻ്റെ കൈകളിലുണ്ട് എന്നാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദി വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം വ്യക്തമായൊരു കിതാബിലുണ്ട്. ചെറുതും വലുതുമായ ഒന്നും അതിൽ ഇല്ലാതെയില്ല. എല്ലാം അതിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ആരൊക്കെ സ്വർഗത്തിലാണ് എന്ന് ആ കിതാബിലുണ്ട്. അവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ, സംശയമില്ല. ആരൊക്കെയാണ് നരകത്തിൽ പോവുക എന്ന ആ കിതാബിലുണ്ട്. ആ കിതാബിലുള്ള ആളുകൾ തീർച്ചയായും നരകത്തിൽ പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് ഗ്രന്ഥത്തിൽ വരുന്ന മറ്റൊരു സുപ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് വിഷയത്തെ സംബന്ധിച്ച് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എപ്പോൾ കേരളത്തിൽ മഴ പെയ്യും, എപ്പോൾ ഇന്ത്യയിൽ ചുഴലിക്കാറ്റുണ്ടാകും, അല്ലെങ്കിൽ എപ്പോൾ ഇന്ന പ്രദേശത്ത് കൊടുങ്കാറ്റുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കും, എപ്പോൾ ഒരു മനുഷ്യൻ മരിക്കും, എപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ ഇല താഴെ വീഴും,
വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. അദൃശ്യത്തിൻ്റെ താക്കോലുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അവനല്ലാതെ അതറിയില്ല. അവനെല്ലാം അറിയുന്നു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും എന്താണുള്ളത് അതൊക്കെ അള്ളാഹു അറിയുന്നു. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു ഇല പോലും അള്ളാഹു അറിയാതെ കൊഴിയുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ്. ഭൂമിയുടെ അന്ധകാരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതൊരു വിത്തുണ്ടോ ആ വിത്തിനെ കുറിച്ച് അള്ളാഹു അറിയുന്നു. വലാ റത്ബിൻ വലാ യാബിസിൻ. ഉണങ്ങിയതും പച്ചയായതുമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന ഇലയെക്കുറിച്ചുള്ള അറിവ് പോലും ആ കിതാബിലുണ്ട്. ആ കിതാബിലില്ലാത്ത ഒന്നുമില്ല. സൂക്ഷ്മവും സ്ഥൂലവുമായ സകല ചലനങ്ങളും ആ കിതാബിലുണ്ട്. ആ കിതാബിൻ്റെ വലിപ്പം, അതിൻ്റെ മഹത്വം അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇപ്രകാരം ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായും അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശ്വാസം ഖളാ ഖദറിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ്. ഇന്നാൾ സ്വർഗത്തിൽ പോകുമെന്ന് ആ കിതാബിലുണ്ട്. ആ വ്യക്തി മാത്രമേ സ്വർഗത്തിൽ പോകൂ. പക്ഷേ ആരാണ് സ്വർഗത്തിൽ പോവുക എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് നേരത്തെ അറിയാം, നമുക്കതറിയില്ല. സ്വർഗക്കാരൻ്റെ പണി ആരാണ് എടുക്കുക എന്നത് അള്ളാഹുവിനറിയാം. നരകക്കാരൻ്റെ പണി ആരാണ് എടുക്കുക എന്നത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പോകുമെന്ന് അറിഞ്ഞ ഒരാൾ നരകത്ത് പോകാൻ പിന്നെ സാധ്യതയുണ്ടോ? അള്ളാഹു സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ച ഒരാൾ നരകത്ത് പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അറിവ് അപൂർണമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ അറിവ് ഒരിക്കലും അപൂർണമല്ല. അള്ളാഹുവിൻ്റെ അറിവ് സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ അറിവ് തെറ്റിപ്പോവുകയില്ല. ലാ യദില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, എൻ്റെ റബ്ബിനോട് മറന്നു പോവുകയുമില്ല. അതുകൊണ്ട് സ്വർഗക്കാരൻ്റെ പണിയെടുക്കുന്നത് ആരാണ് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അത് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവർ തീർച്ചയായും സ്വർഗത്തിലായിരിക്കും. നരകത്തിൻ്റെ പണിയെടുക്കുക ആരാണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അവരെ അള്ളാഹു എഴുതിയും വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ എഴുത്ത് തെറ്റൂല. മനുഷ്യൻ്റെ നിഗമനങ്ങൾ തെറ്റും, സൃഷ്ടികളുടെ നിഗമനങ്ങൾ തെറ്റും. അള്ളാഹുവിൻ്റെ അറിവ് തെറ്റുകയില്ല. അതുകൊണ്ട് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നത് ഖളാ ഖദറിലെ പ്രധാന വിശ്വാസമാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഖളാ ഖദറിൽ നാം വിശ്വസിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീയത്തിൽ നാം വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ മശീയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തൊരു കാര്യമാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നടക്കൂ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും നടക്കുകയില്ല. സൃഷ്ടികളെല്ലാവരും ഉദ്ദേശിച്ചാൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല. ആത്യന്തികമായ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പെർമിഷൻ വേണം, അള്ളാഹുവിൻ്റെ അനുമതി വേണം, അള്ളാഹുവിൻ്റെ മശീഅത്ത് വേണം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണം. അതാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചു, സ്വയം മരിക്കാൻ വിചാരിച്ചു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ അയാൾക്ക് മരിക്കാൻ കഴിയില്ല. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരാൾക്കും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ മരിക്കാൻ കഴിയില്ല. അള്ളാഹു അനുവാദം നൽകുമ്പോഴാണ് ആ ആത്മഹത്യ വിജയിക്കുന്നത്. അള്ളാഹു അനുവാദം നൽകുന്നില്ലെങ്കിൽ ആ ആത്മഹത്യ വിജയിക്കുകയില്ല. അതേപോലെ തന്നെയാണ് ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ വിചാരിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ ആ കൊലപാതകം നടക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആ കൊലപാതകം നടക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅലം അന്നൽ ഉമ്മ
ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു ലക് വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അലൈക. സൃഷ്ടികൾ മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ അവർക്കൊരു ഉപകാരവും നിനക്ക് ചെയ്യാൻ കഴിയില്ല. സൃഷ്ടികൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ അവർക്ക് ഒരു ഉപദ്രവവും ഒരാളെയും വരുത്താൻ കഴിയില്ല. ആർക്കും ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. ഒരാൾക്കും സ്വന്തത്തെയോ മറ്റൊരാളെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മശീഅത്ത് ഉദ്ദേശമില്ലാതെ. അതുകൊണ്ടാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളോട് എന്ത് പറയാൻ വേണ്ടി പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു കാര്യവും ഞാൻ നാളെ അങ്ങ് ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. എങ്ങനെ പറഞ്ഞുകൊണ്ടല്ലാതെ? ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു കൂടി ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ്. ഇൻഷാ ഒറ്റ വേർഡല്ല. ചില ആളുകൾ എഴുതുമ്പോഴൊക്കെ ഇൻഷാ എന്ന് കൂട്ടി എഴുതുന്നത് കാണാം, അത് തെറ്റാണ്. ഇൻഷാ അല്ലാഹ് 3 വേർഡുകളാണ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. അപ്പം അള്ളാഹുവിൻ്റെ അനുവാദം വേണം. നമ്മൾ എന്തെല്ലാം തീരുമാനിക്കുന്നു എല്ലാം നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നോ? ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ നടക്കണമെന്നില്ല. ആത്യന്തികമായി തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അവൻ്റെതാണ് ഖളാ, അവൻ്റെതാണ് ഖദർ. അവനാണ് കണക്കാക്കുന്നത്, അവനാണ് വിധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തു പറയണം? നിങ്ങൾ ഒരിക്കലും പറയരുത് ലാ തഖുൽ ഇന്നി ഫഅൽതു കദാ വകദാ ലകാന കദാ വകദാ. ഞാൻ അങ്ങനെയല്ലായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇത് നടക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് എന്താ പറയേണ്ടത്? വലാകിൻ ഖൂലു ഖദ്ദറല്ലാഹ്. മറിച്ച് പറയേണ്ടത് ഇത് അല്ലാഹു കണക്കാക്കിയതാണ്. മാ ശാഅ ഫഅൽ. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവൻ ചെയ്യും. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അല്ലാഹു അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യും. ഫഅലുൽ ലിമാ യുരീദ്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നവനാണ് അല്ലാഹു. അള്ളാഹുവിൻ്റെ അവൻ്റെ പ്രപഞ്ചമാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. ലഹു മാഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കണം എന്ന് ആത്യന്തികമായി തീരുമാനിക്കാനുള്ള തീരുമാനാധികാരവും അതിൻ്റെ ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ഇതും ഖളാ ഖദറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. നമ്മൾ എന്തു ഉദ്ദേശിച്ചാലും അള്ളാഹുവിന് അതിലൊരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുക. അതുകൊണ്ട് നന്നാവാൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യും? സഹായിക്കും. ചീത്തയാവാൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു അതിനും സഹായിക്കും. അതാണ് പറഞ്ഞത് ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആരാണോ നല്ലതായ ദാനം നൽകുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, ഏറ്റവും സത്യമായതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ഏറ്റവും എളുപ്പമുള്ള സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അള്ളാഹു അയാൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. നാം നന്നാവാൻ വിചാരിച്ചാൽ അള്ളാഹു നമുക്കതിനുള്ള സൗകര്യം ചെയ്തു തരും. അതേ സന്ദർഭത്തിൽ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകذب ബിൽഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. എന്നാൽ പിശുക്ക് കാണിക്കുകയും സത്യത്തെ നിരാകരിക്കുകയും ചെയ്തവനാരോ അവനെ അള്ളാഹു പ്രയാസത്തിലേക്ക്, അഥവാ ഈ ദുനിയാവിലും പ്രയാസം, നാളെ പരലോകത്തും പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആത്യന്തികമായി ഒരാൾക്ക് എളുപ്പമുണ്ടാകുന്നത് അയാളുടെ പ്രവർത്തനം കൊണ്ടാണ്. ആത്യന്തികമായി ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്നതും അയാളുടെ പ്രവർത്തനം കൊണ്ടാണ്. പക്ഷേ രണ്ടിനുമുള്ള സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. എല്ലാ ഖുദ്റത്തും അല്ലാഹുവിൽ നിന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൗലും ഖുവത്തും ഏതൊരു വിഷയത്തിലേക്കുമുള്ള ശക്തിയും മുക്തിയുമെല്ലാം ലഭിക്കേണ്ടത് ആരിൽ നിന്ന് തന്നെ?
അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. പക്ഷേ സുഹൃതം ഉദ്ദേശിക്കുന്നവരെ അവന് സഹായിക്കും, ദുർമാർഗം ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള വഴിയും അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വാസിയാകാം, ഇഷ്ടമുള്ളവന് അവിശ്വാസിയാകാം. പക്ഷേ വിശ്വാസികൾക്ക് അതിൻ്റേതായ ഗുണമുണ്ട്, അവിശ്വാസികൾക്ക് അതിൻ്റേതായ ദോഷമുണ്ട്. അതുകൊണ്ട് ഖളാ ഖദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിശ്വാസം എന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് ആത്യന്തികമായി നടപ്പിലാക്കപ്പെടുക. ഏത് സൃഷ്ടികളുടെ ഏതൊരു ഉദ്ദേശവും അത് സൃഷ്ടികൾ മുഴുവൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കാൻ വിചാരിച്ചാലും റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിൽ വരികയില്ല. നാലാമത്തത് അൽ ഇൽമു ബി ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഏത് കാര്യവും അള്ളാഹു സൃഷ്ടിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. സൃഷ്ടികളാരും ഒന്നും സൃഷ്ടിക്കുന്നില്ല. സൃഷ്ടാവ് ആര് മാത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അല്ലാഹുവാകുന്നു നിങ്ങളെ സൃഷ്ടിക്കുന്നത്. വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതും സൃഷ്ടിക്കുന്നത് അല്ലാഹു തന്നെയാണ്. എല്ലാ പ്രവർത്തനങ്ങളുടെയും സൃഷ്ടാവ് ആരാണ്? അല്ലാഹുവാണ്. നമ്മുടെ ശരീരത്തിലെ ശരീരാവയവങ്ങളുടെ ചലനം ആരാണ് അങ്ങനെ നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ കോശത്തിലെ DNA-യുടെ പ്രവർത്തനത്തെ മറ്റും ആശ്രയിച്ചാണ്. ഓരോ ചലനങ്ങളും അതിനപ്പുറത്തേക്ക് നമുക്ക് ചലിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന് കാണാനുള്ളൊരു പരിധിയുണ്ട്, അതിനപ്പുറത്ത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത് മറ്റു പല ജീവികൾക്കും കാണാൻ കഴിയുന്നത്. നമുക്ക് കേൾക്കാൻ കഴിയാത്തത് മറ്റു പല ജീവികൾക്കും കേൾക്കാൻ കഴിയുന്നു. നമുക്ക് പറക്കാൻ കഴിയില്ല സ്വന്തം ശരീരം കൊണ്ട്, മറ്റു ജീവികൾക്ക് ചിറക് കൊണ്ട് പറക്കാൻ പറ്റും. ഓരോ പ്രവർത്തനങ്ങളുടെയും സൃഷ്ടാവ് ആരാണ്? അള്ളാഹുവാണ്. നമ്മുടെ നടത്തം, ആ നടത്തത്തിൻ്റെ രൂപം, ഭാവം, അതിൻ്റെ സ്പീഡ്, കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. സൃഷ്ടികൾക്ക് ഒന്നും സൃഷ്ടിക്കുക സാധ്യമല്ല. ഇതും ഖളാ ഖദറിലെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തിൽ ആത്യന്തികമായി എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അടിസ്ഥാനപരമായ 4 തത്വങ്ങൾ ഒരാൾ മനസ്സിലാക്കിയാൽ ഖളാ ഖദറിൽ അയാൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നവർ ഖളാ ഖദറിൻ്റെ വിഷയത്തിൽ ഏറെ പിഴച്ചുപോയിട്ടുണ്ട്. ആ പിഴച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തിരുസുന്നത്തിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങളിൽ നാം വിശ്വസിക്കുകയും അത് നന്നായി പഠിക്കുകയും അതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക. എന്നാൽ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ എന്നാണ്. വഖാലല്ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈഇൻ കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം. സത്യനിഷേധികൾ പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ശിർക്ക് ചെയ്തത്. അപ്പം ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും ഇങ്ങനെ തന്നെയാണ് കളവാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് കളവാണ് എന്നാണ്. അത് കളവാണ്. അള്ളാഹു ഒരാളെയും നിർബന്ധിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവില്ല. അള്ളാഹു ഒരാളെയും നിർബന്ധിച്ച് സ്വർഗത്തിലേക്കും കൊണ്ടുപോവുകയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിച്ചവരെ കുറിച്ച് പറയുന്ന എന്താണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം എന്നാണ്. സ്വർഗം കിട്ടിയെന്തുകൊണ്ടാണ്? അവർ പ്രവർത്തിച്ചത് കൊണ്ട്. നരകം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട്. അപ്പോൾ നരകത്തിനൊരാൾ അർഹനായിത്തീരുന്നത് അയാളുടെ കർമ്മം കൊണ്ടാണ്. സ്വർഗത്തിനൊരാൾ അർഹനായിത്തീരുന്നതും അയാളുടെ കർമ്മം കൊണ്ടാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, മിസ്ഖാല ദർറത്ത് പോലും അല്ലാഹു ദുൽമ് കാണിക്കൂല, അല്ലാഹു അനീതി കാണിക്കൂല, അല്ലാഹു അക്രമിയല്ല. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. എൻ്റെ അടിമകളെ, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിൽ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരിക്കലും അല്ലാഹു ദുൽമ് ചെയ്യൂല. അതുകൊണ്ട് ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ അയാൾ പോലും പറയും ഞാനിതിന് അർഹനാണ് എന്ന്. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. ഇതിന് നീ അർഹനാണ്. നീ പ്രവർത്തിച്ചിട്ടാണ് നിനക്ക് നരകം കിട്ടിയത്, നീ പ്രവർത്തിച്ചതുകൊണ്ടാണ് നിനക്ക് സ്വർഗവും കിട്ടുന്നത്. അതുകൊണ്ട് ഖളാ ഖദറിനെ മറനിർത്തി തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ടാണ് എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല എന്നർത്ഥം. ഇപ്രകാരം ഖളാ ഖദറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കൽ ഈമാനിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ്. അത് ഈമാൻ കാര്യത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഈമാൻ കാര്യത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഈമാൻ പ്രസക്തമായി തീരുന്നത്. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വിഷയത്തിൽ വിശ്വസിക്കേണ്ടതില്ല. വിശ്വാസം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ പഠനങ്ങൾക്കപ്പുറത്തുള്ള ഒരു കാര്യത്തിലാണ് ഈമാനിന് പ്രസക്തിയുള്ളത്. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ഒരാൾ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂല. എന്തുകൊണ്ടാണത്? മലക്കുകളെ കണ്ടതിന് ശേഷം ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വിശ്വസിക്കുന്നുവെങ്കിൽ മലക്കുകളെ കാണുന്നതിന് മുമ്പ് വിശ്വസിക്കണം. മലക്കുകളെ കണ്ടതിന് ശേഷം ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. സ്വർഗം കണ്ടതിന് ശേഷം ഞാൻ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈമാൻ പ്രസക്തമായി തീരുന്നത് നമ്മുടെ പഠനങ്ങൾക്കപ്പുറത്ത് നിലകൊള്ളുന്ന വിഷയത്തിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖദറിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. പക്ഷെ ഒരു കാര്യം അള്ളാഹു തീർത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് സ്വർഗം കിട്ടുന്നത് അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്, അതിനാണ് വേദഗ്രന്ഥങ്ങൾ അയച്ചത്, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഇൽമൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന് എന്തിനാണ്? നമ്മൾ പഠിച്ചു സ്വർഗത്തിൽ പോകാൻ. നരകത്തിൻ്റെ വഴി നമുക്ക് കാണിച്ചു തന്ന എന്തിനാണ്? ആ വഴിയിലൂടെ പോവാതിരിക്കാൻ. അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാം റബ്ബ് നൽകിയിട്ടുണ്ട്. ആ വഴി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുക, അതിനപ്പുറത്തുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്യാതിരിക്കുക. ഇതാണ് ഖളാ ഖദറിൽ നാം ഏറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന വിഷയം. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.